വളരെ വളരെ ദുഃഖകരമായൊരു വാർത്ത കൂടി വരുന്നു. ചിക്കമഗളൂരുവിൽ വെച്ച് കാണാതായ ഒറ്റപ്പാലം കടമ്പഴിപ്പുറം സ്വദേശിയായ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്ത വരുന്നു. ശ്രീനന്ദയ്ക്ക് വേണ്ടി വലിയ തെരച്ചിലാണ് നടത്തിയത്. ഒരുപാട് പ്രാർത്ഥനകൾ പെൺകുട്ടിക്ക് വേണ്ടി ഉണ്ടായിരുന്നു. പക്ഷേ അതെല്ലാം വ്യർത്ഥമായിരിക്കുന്നു. ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തിയെന്ന വാർത്തയാണ് വരുന്നത്. കെ.ബി. ശ്രീധരൻ വിവരങ്ങളുമായി. ശ്രീധരൻ, ആ കുടുംബത്തോടൊപ്പം എല്ലാവരും പ്രാർത്ഥിച്ചിരുന്നു. ഒന്നും പറ്റാതെ അവൾ തിരിച്ചു വരട്ടെ എന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ വളരെ വളരെ നിരാശാജനകമായൊരു വാർത്ത വരുന്നു. എന്താണ് വിശദാംശങ്ങൾ? ഏതായാലും ഏറ്റവും സങ്കടകരമായിട്ടുള്ള കാര്യം തന്നെയാണ് ശ്രീജ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രാർത്ഥിച്ചിരുന്നു, അല്ലെങ്കിൽ ആഗ്രഹിച്ചിരുന്നു ഈ ശ്രീനന്ദ, നമ്മുടെ ശരണ്യ തിരിച്ചു വന്ന പോലെ ശ്രീനന്ദ തിരിച്ചു വരുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ എല്ലാവരും പങ്കുവച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷകളും പ്രാർത്ഥനകളുമൊക്കെ വിഫലമാക്കിക്കൊണ്ട് ഇപ്പോൾ ശ്രീനന്ദയുടെ മൃതദേഹം കിട്ടി എന്നാണ് ലഭിക്കുന്ന വിവരം. 1500ഓളം അടി താഴ്ചയിൽ നിന്ന് മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് നിന്നാണ് മൃതദേഹം കണ്ടെത്തിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. ജില്ലാ കളക്ടറും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ ഈ സംഭവ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏതായാലും ഇന്ന് രാവിലെ മുതൽ നടത്തിയ തിരച്ചിലിനൊടുവിലാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഈ മുകളിൽ നിന്ന്, അതായത് കഴിഞ്ഞ ദിവസം ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് പരിശോധനകൾ നടത്തിയിരുന്നു. അപ്പോൾ ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ ഇന്ന് വീണ്ടും ആ പ്രദേശത്ത് കൂടുതൽ തിരച്ചിൽ നടത്തിയപ്പോഴാണ് ഈ മൃതദേഹം കണ്ടെത്തിയത്. ഏതാണ്ട് ഈ ബാബ ബുഡാൻഗിരിയിൽ നിന്ന് 1500 അടി താഴേച്ചയിലേക്ക് കുട്ടി വീണു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. ഇന്ന് 100 അംഗ ടാസ്ക് ഫോഴ്സാണ് ഇന്ന് ഈ പരിശോധനകൾ നടത്തിയത്. വനംവകുപ്പിൻ്റെയും പോലീസിൻ്റെയും നാട്ടുകാരുടെയും സംയുക്തമായിട്ടുള്ള പരിശോധനയാണ് ഇന്ന് ഈ ബാബ ബുഡൻഗിരിയുടെ താഴ്വാരത്ത് നടന്നത്. അതിനൊടുവിലാണ് ഇപ്പോൾ 1500 അടി താഴ്ചയിൽ നിന്ന് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 4 ദിവസവും ശ്രീനന്ദ തിരിച്ചു വരും എന്ന് കാത്തിരുന്നുകൊണ്ട് ശ്രീനന്ദയെ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടി വലിയ തിരച്ചിലുകൾ, വലിയ പരിശോധനകളൊക്കെ ഇവിടെ നടന്നിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമാക്കിക്കൊണ്ട് ഏറ്റവും സങ്കടകരമായിട്ടുള്ള ഒരു വാർത്തയാണ് നിലവിൽ പുറത്തു വരുന്നത്. ഏതായാലും മൃതദേഹം ഇപ്പോൾ പുറത്തെത്തിക്കാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. ജില്ലാ കളക്ടറൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് മനസ്സിലാക്കുന്നത്. മറ്റ് നടപടികളെല്ലാം വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാനുള്ള ശ്രമങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. ഈ വലിയ ഇടപെടലുകൾ ഈ തിരച്ചിൽ ഊർജിതമാക്കുന്നതിന് വേണ്ടി നടത്തിയിരുന്നു. പക്ഷേ അതെല്ലാം വിഫലമാകുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ആ കാത്തിരിപ്പ് വെറുതെയാകുന്ന തരത്തിലേക്ക്, അല്ലെങ്കിൽ ആ അമ്മയുടെ കണ്ണീർ തോരാത്ത തരത്തിലേക്കുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ശ്രീനന്ദയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു. ആ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. ടാസ്ക് ഫോഴ്സ് നടത്തിയ തിരച്ചിലാണ് ആ മൃതദേഹം കണ്ടെത്തിയത്. അല്പസമയത്തിനകം തന്നെ ഇത് ആശുപത്രിയിലേക്ക് മാറ്റും. കുടുംബാംഗങ്ങൾക്ക് നേരത്തെ പല സംശയങ്ങൾ അവർ ഉന്നയിച്ചിരുന്നു. പരാതികളായി അവർ നൽകുകയും ചെയ്തിരുന്നു. അതായത് ആരെങ്കിലും കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടോ എന്നുള്ളൊരു സംശയം അവർക്കുണ്ടായിരുന്നു. അതിന് കാരണവുമുണ്ട്. 5:20 വരെ കുട്ടി ഇവരോടൊപ്പം ഉണ്ടായിരുന്നതിന് തെളിവുകളുണ്ട്. അതിനുശേഷം ഏതാണ്ട് 5 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് കുട്ടിയെ കാണാതാകുന്നത്. അതിനാൽ തന്നെയാണ് ഇപ്പോൾ അത്തരത്തിലുള്ളൊരു പരാതി അല്ലെങ്കിൽ ഒരു സംശയം കുടുംബാംഗങ്ങൾ ഉന്നയിച്ചത്. പ്രത്യേകിച്ച് കുറച്ച് സംശയാസ്പദമായ രീതിയിലുള്ള ആളുകളൊക്കെ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നതായിട്ടൊക്കെ അവർക്ക് പറയുകയും ചെയ്തിരുന്നു. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു പരാതി അവർ ഉന്നയിച്ചത്. ഏതായാലും അത്തരം പരാതിക്കൊന്നും ഇടയില്ല. ഈ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള ഒരു ദുഃഖകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് സമീപത്ത് നിന്ന്, അതായത് നേരത്തെ ഈ തിരച്ചിൽ സംഘങ്ങൾ സംശയിച്ച പോലെ മാണിക്യധാര വെള്ളച്ചാട്ടത്തിൻ്റെ സമീപത്ത് നിന്നാണ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. കുട്ടി മുകളിൽ നിന്ന്, ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ആ പ്രദേശത്ത് മുകളിൽ നിന്ന് താഴേക്ക് കാൽ തെറ്റി വീണതാകാം എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ അവിടുത്തെ ജില്ലാ കളക്ടറും മറ്റു പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ അറിയിക്കുന്നത്. ശ്രീധരൻ, ഒരു 40 അംഗ സംഘം പോയതാണ്. ഒരു 5-6 മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ആ കുഞ്ഞിനെ പെട്ടെന്ന് അങ്ങ് അപ്രത്യക്ഷമായതുപോലെയാണ് കാണാതാവുന്നത്. അപ്പോൾ സ്വാഭാവികമായും അവർ പറഞ്ഞതുപോലെ ആ വെള്ളച്ചാട്ടത്തിന് തൊട്ടടുത്ത് വെച്ച്
ഒരുപക്ഷെ കാൽ തെന്നി വീഴുകയോ മറ്റോ സംഭവിച്ചിരിക്കാം. അതാരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പോയി. പക്ഷെ അപ്പോഴും അവിടെ തെരച്ചിലൊക്കെ ആദ്യഘട്ടത്തിൽ നടന്നിരുന്നല്ലോ. അതിന് തന്നെ ആയിരുന്നു ഇപ്പോൾ കുടുംബം ഇങ്ങനെ ഒരു സംശയങ്ങൾ പ്രകടിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഒരു അപകടത്തിനായിരുന്നു ആ സ്ഥലത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രം വെച്ച സാധ്യത, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു സാധ്യത തന്നെയാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടമൊക്കെ പറയുന്നത്. അവരോട് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അവർ പറയുന്ന ഒരു സാധ്യത അത് തന്നെയായിരുന്നു. അപകടമുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് വലിയ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള, അതായത് ഈ കുട്ടിയെ കാണാതായ സ്ഥലമൊക്കെ പറയുമ്പോൾ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീഴാനുള്ള ഒരു സാധ്യതയൊക്കെ അവിടെ നിലനിന്നിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തുള്ള കുറച്ച് ആഴമുള്ള ഒരു കുഴിയിൽ നിന്നാണ് കുട്ടിയുടെ മൃതദേഹം ഈ രക്ഷാപ്രവർത്തകർ കണ്ടെത്തുന്നത്. ആദ്യ ദിവസങ്ങളിൽ ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്ത് ഏതാണ്ട് 25 അംഗ സംഘം പരിശോധനകളൊക്കെ തെരച്ചിലൊക്കെ നടത്തിയതാണ്. പക്ഷേ അവിടെ നിന്ന് കണ്ടെത്താനായില്ല. അതിനുശേഷം ഇന്ന് വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ ഡ്രോണൊക്കെ ഉപയോഗിച്ച് പരിശോധന നടത്തി, തെർമൽ സ്കാനർ ഉപയോഗിച്ച് പരിശോധന നടത്തി. അങ്ങനെ സാധ്യമാകുന്ന സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പരിശോധനകൾ നടത്തിയിരുന്നത്. ഇന്ന് കൂടുതൽ കാര്യക്ഷമമായി പരിശോധിക്കുക എന്നുള്ള ലക്ഷ്യമിട്ടാണ് കൂടുതൽ ആളുകളെ ഈ പ്രദേശത്തേക്ക് എത്തിക്കുകയും കൂടുതൽ തിരച്ചിൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കുകയൊക്കെ ചെയ്തത്. തുടർന്നാണ് ഇപ്പോൾ ഈ മാണിക്യധാര വെള്ളച്ചാട്ടത്തിന് അടുത്ത് ഏതാണ്ട് 1500 അടി താഴ്ചയിൽ, മുകളിൽ നിന്ന് 1500 അടി താഴ്ചയിൽ ഒരു കുഴിയിൽ, പാറക്കെട്ടിൻ്റെ ഇടയിൽ ഇവിടവിൽ ഇങ്ങനെ മൃതദേഹം ഇന്ന് കണ്ടെത്തുന്നത്. ഇന്നത്തെ പരിശോധന സാധാരണ അവർ താഴെ പോയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചതെങ്കിൽ ഇന്ന് മുകളിൽ നിന്ന്, അതായത് ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് ഊർന്നിറങ്ങിയുള്ള പരിശോധനയാണ് ഇന്നത്തെ ദിവസം നടത്തിയത്. അങ്ങനെ നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഈ പാറക്കെട്ടിനിടയിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്.